ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കേരളത്തിലെത്തിച്ച വാഹനങ്ങൾ തേടി കൂടുതൽ അന്വേഷണവുമായി കേന്ദ്ര ഏജൻസികൾ. കസ്റ്റംസിന് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ദേശീയാന്വേഷണ ഏജൻസി, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, കേന്ദ്ര GST എന്നീ ഏജൻസികളും അന്വേഷണം നടത്തും. EDയും NIAയും പ്രാഥമികമായ വിവരശേഖരണം തുടങ്ങി. അന്വേഷണം ആരംഭിക്കുന്ന കാര്യം ED ഹൈക്കോടതിയെ അറിയിച്ചു. കസ്റ്റംസ് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നിന്നായി 2 വാഹനങ്ങൾ കൂടി പിടിച്ചെടുത്തു. നടന്മാരായ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ എന്നിവരടക്കം ഭൂട്ടാൻ വാഹനം കൈവശം വച്ചവരെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. ഇതിന്റെ ഭാഗമായി പിടിച്ചെടുത്ത 36 വാഹനങ്ങളുടെ ഉടമകൾക്ക് നോട്ടീസ് നൽകി. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ രേഖകളും ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. 4 വാഹനങ്ങൾ ദുൽഖർ സൽമാൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. 2 വാഹനങ്ങൾ കൂടി ഹാജരാക്കാൻ ദുൽഖറിന് കസ്റ്റംസ് നോട്ടീസ് നൽകും. ദുൽഖറിന്റെ വീട്ടിൽ നിന്ന് ഡിഫൻഡറും ലാൻഡ് ക്രൂയിസറുമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ തൃശൂർ രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂയിസർ ദുൽഖറിന്റെ പേരിലല്ല. നടൻ അമിത് ചക്കാലക്കലിനെ ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കസ്റ്റംസ് വിട്ടയച്ചു. ED കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിൽ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിച്ചു. സംഭവത്തിലെ കള്ളപ്പണ ഇടപാടാണ് പ്രധാനമായും ED പരിശോധിക്കുക. വിശദമായ വിവരശേഖരണങ്ങൾക്കു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് EDയുടെ നീക്കം. തീവ്രവാദ സംഘടനകളുടെ സഹായം വാഹനക്കടത്ത് സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന സൂചനയാണ് NIA പരിശോധിക്കുക. ചെറിയ തുകയ്ക്ക് വാങ്ങുന്ന വാഹനങ്ങൾ വലിയ വിലയ്ക്കാണ് ഇടനിലക്കാർ മറിച്ചുവിറ്റിരുന്നത്. ഈ ഇടപാടുകളിലെ സാമ്പത്തിക തിരിമറിയാകും DRI അന്വേഷിക്കുക. അനധികൃതമായി കടത്തിക്കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങളുടെ വിൽപ്പനയിൽ വ്യാപക GST വെട്ടിപ്പ് കസ്റ്റംസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ വിവരങ്ങൾ GST വിഭാഗം പരിശോധിക്കും. കസ്റ്റംസ് പിടിച്ചെടുത്ത ആഡംബര കാറുകൾ ഉടമകൾ തന്നെ സൂക്ഷിക്കണം. വില കൂടിയ കാറുകൾ ഉടമകൾക്ക് തന്നെ വിട്ടുകൊടുക്കാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. വാഹനങ്ങൾ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ നോട്ടീസ് നൽകും. നിയമ നടപടികൾ അവസാനിക്കും വരെ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. നിയമവിരുദ്ധമായല്ല വാഹനങ്ങൾ എത്തിച്ചതെന്ന് തെളിയിക്കേണ്ടത് ഉടമകളുടെ ബാധ്യതയാണ്. കുറ്റം തെളിഞ്ഞാൽ വാഹനങ്ങൾ കണ്ടുകെട്ടും. അതിനിടെ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ തന്റേതായി പിടിച്ചെടുത്തത് ഒരു വാഹനം മാത്രമാണെന്ന് നടൻ അമിത് ചക്കാലക്കൽ പറഞ്ഞു. മധ്യപ്രദേശ് രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂയിസർ മാത്രമാണ് തന്റെ വാഹനം. മറ്റ് 5 വാഹനങ്ങൾ ഗ്യാരേജിൽ പണിക്കായി കൊണ്ടുവന്നതാണ്. ഇക്കാര്യം കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. തന്റെ വാഹനത്തിന്റെ എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ട്. 5 വാഹനങ്ങളുടെ ഉടമകളെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർക്ക് രേഖകൾ സമർപ്പിക്കാൻ 10 ദിവസം സമയം നൽകിയിരിക്കുകയാണ്. തന്റെ വാഹനം 5 വർഷം മുമ്പ് വാങ്ങിയതാണ്. കഴിഞ്ഞ നവംബറിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ പരിശോധിച്ചിരുന്നു. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള സംഘത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർ തന്നോട് ചോദിച്ചതായും അമിത് പറഞ്ഞു.